ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇന്ന് പോകുന്നത്? ദുബായ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ ദുബായ് കഴിഞ്ഞ ദിവസം ദുബായ് റൈഡിന് പോയില്ലേ, സൈക്ലിംഗ്. അതേപോലെ തന്നെ ഇപ്പോൾ ദുബായ് റൺ ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഓടാൻ പോണെയാണ്. ഞാൻ പറഞ്ഞാണ് 5 കിലോമീറ്റർ രജിസ്റ്റർ ചെയ്യാന്ന്. എന്നിട്ട് ലിഫ്റ്റ് എത്തി. ഞാൻ പറഞ്ഞതാണ് 5 കിലോമീറ്റർ രജിസ്റ്റർ ചെയ്യാന്ന്. ഒരാൾക്ക് വേണ്ട, ഞാനങ്ങ് സൈക്കിൾ 12 കിലോമീറ്റർ ചോട്ടിപ്പോൾ ഒരാൾക്ക് വിചാരം ഓടാൻ ഇത്ര എളുപ്പമായിരിക്കും ഓർത്ത് ഞങ്ങൾ 10 കിലോമീറ്റർ ആണ് രജിസ്റ്റർ ചെയ്തേക്കണത്. കണ്ടറിയാം 10 അങ്ങനെ വിചാരിച്ചാണ് കേട്ടോ പോണത്. എന്തെങ്കിലും എക്സിറ്റുകൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. 1 കിലോമീറ്റർ അതെ, മിക്കവാറും കുറച്ചായിട്ട് പോയി കുറച്ച് ഫോട്ടോ എടുത്തിട്ടൊക്കെ തിരിച്ചു വരാൻ തോന്നും. ഉറക്കം വന്നിട്ട് മയ്യ. ഇന്നലെ ആകെ രാത്രി ഉറങ്ങിയേക്കണത് 4 മണിക്കൂറാണ്. ഞങ്ങൾ ദൃഢനിശ്ചയം കണ്ടോ. എന്നിട്ട് ഞങ്ങള് 5:30 എത്തണം അവിടെ. അപ്പൊ നമ്മള് 4:30 എഴുന്നേറ്റു. 4:30 എഴുന്നേറ്റിട്ട് നമ്മളിങ്ങനെ വെളുപ്പിനെ ഓടാൻ പോവാണ്. അത് എനിക്ക് ദുബായ് 2 ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും കിട്ടിയില്ല, തീർന്നായിരുന്നു. നമ്മള് പിന്നെ മുഹൂർത്തത്തിൽ ഇന്നലെ രാത്രി ഭാഗ്യം. ഇന്ന് ഓടാൻ പോണേ. ഇന്നലെ രാത്രി 11 മണിക്ക് പോയിട്ടാണ് ഇതിന്റെ ബിപ്പ് കളക്ട് ചെയ്തത്. അയ്യോ, അതെടുത്തില്ല ബിപ്പ്. ഓർത്തത് നന്നായി. അതിലേക്ക് കേറാൻ പറ്റൂല. അയ്യോ നന്നായി. അതില്ലെങ്കിൽ കയറ്റൂല ബിപ്പില്ലെങ്കിൽ. എന്റെ പൊന്നെ. ആ ശരി എടുത്തിട്ട് വരാം. വീടിന്റെ ചാവി കൂട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, നന്നായി. ഇപ്പം വീഡിയോ എടുത്തില്ലാതെ ഇപ്പം മിക്കവാറും ബിപ്പും ഇല്ലാണ്ട് പോയിട്ട് തിരിച്ചു വരേണ്ട വന്നേനെ. അതിങ്ങനെ ബിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പറൊക്കെ കിട്ടണ സംഭവം. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ എന്താ പറയുക ഷെയ്ഖ് സായിദ് ഇവിടെ വരുമ്പോൾ തുടങ്ങി. ഇവിടുത്തെ ഈ സംഭവം കാണുമ്പോൾ ഷെയ്ഖ് സായിദ് റോഡിൽ ഓടണം, അല്ലെങ്കിൽ സൈക്കിൾ ഓടണം എന്നൊക്കെ. കാരണം വണ്ടികൾ പറക്കണം മാത്രമല്ലേ അവിടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഓടാൻ പോവാണ്. കണ്ടറിയാട്ടോ എന്തോരം ഓടാൻ പറ്റുന്നതൊക്കെ. ഇപ്പോൾ നമുക്ക് വർക്കൗട്ടിനും കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല. കുറേ നാളായിട്ട് മടിച്ചിരിക്കുകയാണ്. അതാണ് വർക്കൗട്ട് വീഡിയോസ് ഒന്നും വരാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്യാമിനെയൊക്കെ ഉണ്ടോയെന്ന് ദൈവത്തിനറിയാം ഓടാനുള്ള. അല്ലെ എനിക്ക് ഓടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ഞാൻ പോയിട്ട് ബിപ്പ് എടുത്തിട്ട് വരട്ടെ. ബിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന സംഭവം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓടാൻ പോയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ വലിയൊരു തണുപ്പ് തുടങ്ങിയിട്ടില്ല, ചെറിയ തണുപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിക്കറൊക്കെ ഇട്ടേക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓടുമ്പോൾ എന്തായാലും നമുക്ക് ചൂടെടുക്കുമല്ലോ. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇത് ഇട്ടേക്കണത്. നോക്കാം. ഞാൻ വണ്ടിയൊക്കെ നോക്കി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരാൾ ഹോണൊക്കെ അടിച്ച് വരുന്നു. പ്രാവശ്യം ഓക്കെ. സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടെ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും കാറിൽ വെട്ടം ഉണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടേക്കണെയാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ വല്ലതും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഓട്ടം കഴിച്ചിട്ട് കടിക്കാം. ഈ വെട്ടവും വെളിച്ചവും ഇല്ലാത്തത് കൊണ്ട് അല്ല. പിന്നെ അവിടെ നല്ല വെട്ടം ഉണ്ടാവും കേട്ടോ. റോഡിൽ നല്ല വെട്ടം ഇട്ടിട്ടുണ്ടോ. പിന്നെ ഈ ഓടി സമയത്ത് എന്തോന്ന് വീഡിയോ എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ശ്രമിച്ചു നോക്കാം വല്ലതും എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്റെ ഫ്രണ്ടും ഹസ്ബൻഡും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇന്നലെ രാത്രി ബിപ്പ് കളക്ട് ചെയ്യാൻ പോയിട്ട് 12 മണിക്ക് വരെ അവര് ക്യൂ നിന്നിട്ടും കിട്ടിയില്ല. അപ്പോ ഞങ്ങൾക്കും അതായിരുന്നു, ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മള് രണ്ടാഴ്ച മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഒരാഴ്ച മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. എന്നിട്ട് നമ്മള് ആ മുഹൂർത്ത സമയത്താണല്ലോ എന്നെ പോകുള്ളൂ. അയ്യോ, അങ്ങനെ കുറെ സമയത്തിന് ശേഷം ഞങ്ങള് പാർക്കിംഗ് കണ്ടുപിടിച്ചേക്കാണ്. നമ്മള് വേൾഡ് ട്രേഡ് സെന്ററിൽ വന്നിട്ടാണ് പാർക്ക് ചെയ്തേക്കണം. ഒരു ഐഡിയ ഇല്ല. വെള്ളം വേണ്ട, ഇപ്പൊ വേണ്ട. ഓക്കെ, എന്നിട്ട് ഇനി ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് നടക്കാന്നുള്ളത് അറിയില്ല. ഇവിടെ ഇറങ്ങി നോക്കട്ടെ, പറയാൻ പറ്റും.
5:30 എന്നുള്ളത് ഞങ്ങളുടെ സമയം. ഇപ്പം 5:50 നമുക്ക് പാർക്കിംഗ് കിട്ടാൻ. അത് നമുക്ക് അത് കുഴപ്പമില്ല, എപ്പോൾ വേണേലും പറ്റും. അതല്ല, നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് എവിടെയാണ് ഉള്ളത് ഇതിനടുത്ത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. കുഴപ്പമില്ല, നമ്മള് മറ്റേ മ്യൂസിയത്തിലേക്ക് പാർക്കിംഗ് കിട്ടും. അവിടെ എന്ന് വെച്ചാൽ ഫുൾ റോഡ് ബ്ലോക്ക്ഡ് ആയിരുന്നു. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതെ ഇതിന്റെ ഒരു രസത്തിന്റെ ഭാഗമാണ്. അതെ അതെ അതെ. എല്ലാവർക്കും എല്ലാം കറക്റ്റ് ആയി എല്ലാം ചെയ്തൊക്കെ പോകാനാണെങ്കിൽ രസമില്ലല്ലോ. അപ്പൊ പിന്നെ ജിമ്മി വരുന്ന പോലെ ആവുമല്ലോ. ഇതൊക്കെ കണ്ടുപിടിച്ച് വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ നമ്മള് മാത്രമല്ലടോ, ഇഷ്ടം പോലെ പേരുണ്ട്. അത് കാരണം നമ്മള് വഴി തെറ്റിയോ എന്നൊക്കെ അറിയണമെങ്കിലും പിന്നെ ഈ ടീഷർട്ട് ഉണ്ടല്ലോ, അത് കാരണം ഈ ഡ്രസ് ഇട്ട ആൾക്കാരെ എവിടെ കണ്ടാലും ഏകദേശം നമ്മള് കറക്റ്റ് സ്ഥലത്താണ്. എടുക്കാറായി. അന്ന് ഞങ്ങക്ക് അങ്ങനെയായിരുന്നു. ഇഷ്ടം പോലെ പേര് താഴെയുണ്ട്. ഇപ്പൊ പൊതുവെ ഈ സമയത്ത് കാണുന്ന എല്ലാരും ഇതിനുള്ള അല്ലാണ്ട് ആരും വരില്ലല്ലോ. അല്ലാതാർക്കും പ്രാന്തില്ലല്ലോ ഈ സമയത്ത് വരാൻ. ഇത് നമ്മള് WTC തന്നെയല്ലേ പാർക്ക് ചെയ്തേക്കണേ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ മോഫ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന്. നമ്മുടെ ഈ ദുബായിലേക്കൊക്കെ വരുന്നവർ. ജൈടെക്സ് ഞാനിവിടെ ഏട്ടനിവിടെ വണ്ടി പാർക്ക് ചെയ്തായിരുന്നു. ഞാൻ മെട്രോയിലല്ലേ വരാറ്. ദുബായിൽ നിന്നൊക്കെ വേറെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം അതിന് ഇവിടെ വന്ന് മോഫ സർട്ടിഫിക്കേഷൻ ചെയ്യാൻ ഇവിടെ വന്നത്. ആളുകളെ കാണിച്ചു തരാം. ഇതാ പറഞ്ഞത്, ലൂഡ് ടീഷർട്ട് ഇട്ടവരെ വഴിയിൽ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്താറായി എന്നുള്ളത്. മ്യൂസിയം അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേന്നാണ് പറഞ്ഞേക്കുന്നത്. ഗുഡ് മോർണിംഗ്. മാരത്തൺ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. മാരത്തൺ ഓടാനുള്ള മാരത്തോണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ അനൗൺസ്മെന്റ് ഒക്കെ ഇട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ, 1,00,000 പേരെ കാണാം ഷെയ്ഖ് സായദില്. ഓക്കെ, നമ്മളിനി ഓടി തുടങ്ങാൻ പോവാണ്, അങ്ങോട്ട് കയറാൻ പോവാണ്. ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. എനിക്ക് ഓടാൻ മുട്ടിട്ട് അയ്യാ, എനിക്ക് ഓക്കെ കുറച്ച് കഴിയുമ്പോ കാണാം കേട്ടോ. ആൾക്കാരെ കാണുന്നൊരു ഉത്സവം വന്ന പോലെയാണ്. ശരി, ഒരു ഉത്സവം ഫീലാണ്. ഫുൾ സൗണ്ടും പാട്ടും ജാതിക്ക് നടക്കുന്ന പോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാൻ മുമ്പിൽ തിരിഞ്ഞു കാണിച്ച് കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം കേട്ടോ. I want to try to get an epic song on, but I want everyone to get their phones out and turn their flashlights on. Can we do that? Can we get our phones out, turn our flashlights on, press play on that song? Go If you know the words, I want you to sing along with this. If you know the words, let's go and do
Again, pretty, it's unbelievable down here. Big shout out to My Dubai. We do have the My Dubai water stations, as you said, across the run. So you've got our 5K, you've got our 10K as well. Here on a beautiful morning, our metro is just coming through as the Museum of the Future. അങ്ങനെ നമ്മൾ 2 കിലോമീറ്റർ കഴിഞ്ഞു. 2.5 കിലോമീറ്റർ ആയി. അതെ അതെ. പിന്നെ ഓടാത്ത എന്താന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇപ്പൊ ഞങ്ങളെ കാണുമ്പോൾ. ആക്ച്വലി ഇവിടെ ഓടാൻ അത്രയ്ക്ക് എളുപ്പമല്ല. ഇത് ദൂരം കാരണമല്ല. ഇവിടെ നിങ്ങൾ ഒന്ന് ആ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിക്കും. മുട്ടിയിട്ട് ഇവിടെ ഓടാൻ അത്രയ്ക്ക് എളുപ്പമല്ല. ഇത് ഇവിടെ മനുഷ്യനെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. പക്ഷെ ഇതൊരു അന്യായ ഓർഗനൈസിംഗ് ആണ് കേട്ടോ. ഇത്രയും അപ്പോൾ ഇങ്ങനെ പല പല ബാച്ചായിട്ട് 4:30 ആളുകൾ ഫിനിഷ് ചെയ്തു, 5:30 ഫിനിഷ് ചെയ്തു. അങ്ങനെ അപ്പോൾ നമുക്കിനി വെറും ബുർജ് ഖലീഫയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങോട്ട് കാണിച്ചു കൊടുത്തത് കാണുന്നതാണ് ബുർജ് ഖലീഫ. നമുക്ക് 3 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. 7 കിലോമീറ്റർ മാത്രം. ഞങ്ങൾ പിന്നെ ഓടുമ്പം നമ്മുടെ അടുത്ത ക്രൗൺ പ്രിൻസിനെയും കണ്ടു കേട്ടോ. അങ്ങനെ ഇന്ന് 4 വർഷം കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അങ്ങനെ നമ്മുടെ ഫസേനെ കണ്ടു. ഹംദാനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതെ അതെ അതെ. അതാണ് ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ വരുന്നൊക്കെ പറയുന്നത്. ആ മുന്നില് നമ്മളിങ്ങനെ യൂ ടേൺ എടുത്ത് ഓടുമ്പോ അപ്പുറം ഓടുന്നവരെ കാണാം. അപ്പൊ പുള്ളി ഇവിടെ ഒരു പബ്ലിക് ഫിഗർ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലായിടത്തും പുള്ളി ഉണ്ടാവും. അത് കാരണം ഇത് കണ്ടത് നമ്മൾ ഭയങ്കര ഒരു സംഭവം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഏതാണ്ട് എല്ലാരും ഈ നാട്ടുകാരെ എല്ലാരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല പക്ഷെ ഇങ്ങനെ ഓടുന്നത് വന്നപ്പോ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ്. ഓക്കെ സമയമില്ല നടക്കാണ് കേട്ടോ ഇപ്പൊ തൽക്കാലം. ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഓടുന്നുണ്ട്. ഗ്യാപ്പിൽ ഇവിടെ ഓടാൻ ഇവിടെ വാട്ടർ സ്റ്റേഷൻ 200 മീറ്റർ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഇച്ചിരി വെള്ളം കുടിക്കാം. ശരി ബൈ ബൈ. അങ്ങനെ നമ്മൾക്ക് 5 കിലോമീറ്റേഴ്സ് ടു ഗോ. ഓട് കാണാൻ മുമ്പില് അവിടെ ഉണ്ട്. കൊള്ളാട്ടോ ഈ സംഭവം. ഞങ്ങളിപ്പോ വിചാരിക്കുന്നത് എല്ലാ വർഷവും ചെയ്യണമെന്നാണ്. എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യും. കാണുന്നവര് ദുബായിലുള്ളവര് എല്ലാരും ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. എക്സ്പീരിയൻസ് ആണ്. അതും പറ്റിയാ ഞാൻ പറഞ്ഞിട്ട് 10K തന്നെ പോണം. ഇത് അത്രയ്ക്ക് പാടല്ലെന്നേ. നടന്നൊക്കെ പോയാൽ ഞാൻ ഓടി മറിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ 10 കിലോമീറ്റർ എളുപ്പന്നേ. ഇവിടെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ നടക്കുന്നു. ഇതുവരെ ഒരു മനുഷ്യൻ പോലും നിർത്തിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഭയങ്കര എളുപ്പമായി. വേറെ സ്ഥലത്ത് നടക്കുന്ന പോലെയല്ല. നേരെ അങ്ങ് നടന്നാൽ മതിയല്ലോ. കിലോമീറ്റർ പെട്ടെന്ന് 5 കിലോമീറ്ററിന്റെ ബോർഡ് ഉണ്ട്. 5 കിലോമീറ്റർ കഴിയാറായി. കഴിഞ്ഞു. 5 കിലോമീറ്റർ പകുതിയും കൂടെ ഓടിയാൽ മതി. പകുതി ഒന്നും 5 കിലോമീറ്റർ ഒന്നും നടന്ന പോലെ തോന്നുന്നേ ഇല്ല കേട്ടോ. പിന്നെ നേരെയുള്ള റോഡ് ഇല്ലല്ലോ. നേരെയുള്ള റോഡാകുമ്പം കിലോമീറ്റർ പെട്ടെന്ന് ആവും. വളവും തിരിവൊന്നും ഇല്ലാത്തോണ്ട് സൈക്കോളജിക്കലി നമുക്ക് അങ്ങനെ തോന്നൂല കുറെ നടന്ന പോലെ. സൂപ്പറാണ് സംഭവം. അടിപൊളി. എല്ലാരും ട്രൈ ചെയ്യണം. പറ്റിയ അടുത്ത വർഷം എല്ലാരും ശ്രമിക്കുക. ദുബായിലുള്ള രജിസ്റ്റർ ചെയ്യട്ടോ. ഞാൻ അഡ്വാൻസ് അബുദാബിയിലുള്ളവരും ഷാർജയിലുള്ളവരും എല്ലാരും ചെയ്യാം. ഓക്കെ നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ കാണാം. അടുത്ത സെറ്റ് ആളുകൾ വരുന്നതാണിത്. അങ്ങ് ജനപ്രവാഹം ഞങ്ങളുടെ പുറകിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അടുത്ത സെറ്റ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. താഴെയും കാണാം. എന്തോ ജാഥയ്ക്ക് ആള് വന്നിരിക്കുന്ന പോലെ. ഞങ്ങളിപ്പോ ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ ആയും തോന്നുന്നു. അപ്പൊ ഇനി എത്താറായും തോന്നുന്നു. ക്ഷീണമൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ ക്ഷീണം തോന്നുന്നില്ല. കാലൊക്കെ ഒരു ചെറിയൊരിതുണ്ട് എന്നല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. സുഖമായിട്ട് വിറ്റാമിൻ ഡി. അപ്പൊ അടിപൊളി പരിപാടിയാണ്. കൊള്ളാം. ശരിക്കും എൻജോയ് ചെയ്യണ്ട. ഓടി മറിക്കാന്നൊന്നും വിചാരിക്കരുത്. ഓടി മറിക്കാന്നൊന്നും വിചാരിച്ച് വരണ്ട. എന്താ വെച്ചാൽ അതിനുള്ളൊരു ഗ്യാപ്പൊന്നും ഇവിടെ ഇല്ല. ആസ്വദിച്ച് ഓടി നടക്കുമൊക്കെ എൻജോയ് ചെയ്ത് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് മുമ്പിൽ കാണാം. അങ്ങനെ സ്ഥലം
തീർത്തിരിക്കുന്നു. സക്സസ്. അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഇവിടെ WTC മോളിനകത്ത് വന്നു വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എന്ന് വെച്ചാൽ വണ്ടി എടുക്കണമെങ്കിൽ 10 മണി കഴിയണം, കാരണം ലാസ്റ്റ് സ്ലോട്ടുകാരും ഓടി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എക്സിറ്റ് ഉള്ളൂ, കാരണം ഷെയ്ഖ് സാദിലേക്ക് തന്നെ ഇറക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കോഫിയും ഒരു സാൻഡ്വിച്ചും കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പക്ഷെ വൈകിട്ടോ നാളെയൊക്കെ നല്ല വേദനയായിരിക്കും ഇപ്പോഴേ തോന്നുന്നുണ്ട്. മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ വേദനയാണോന്ന് ചോദിച്ചാൽ വേദനയില്ല. വേണേ ഇനി ഒരു 3-4 കിലോമീറ്റർ നടക്കാൻ തോന്നും. പക്ഷെ ഇനി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമാവും. അപ്പൊ സാധനം അടിപൊളി. അങ്ങനെ എല്ലാ പരിപാടിയും തീർന്നിരിക്കുന്നു. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പൊ അത് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത തവണ പറ്റിയാൽ എല്ലാവരും വരാൻ ശ്രമിക്കുക. മാക്സിമം ആൾക്കാർ അത് തന്നെ അങ്ങനെ വല്ലതൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാം. വൻ പരിപാടി നടന്ന് കുറേ നേരം സംസാരിക്കാം. എന്നുവെച്ചാൽ അങ്ങനെ വലിയ ഓട്ടം ഒന്നും നടക്കില്ല, ഒന്നിച്ച് ജോളിയായിട്ട് നടക്കാം. അപ്പോൾ രസമാണ്. ഒരു 1-2 മണിക്കൂറത്തെ പരിപാടിയാണ്. രസമായിരിക്കും, ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഉറപ്പായിട്ടും അടുത്ത തവണയും വരുന്നതായിരിക്കും. ഞങ്ങളിവിടെ ഇതിന് പറ്റിയൊരു സാഹചര്യമാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ദുബായ് റൺ എക്സ്പീരിയൻസ് 2020 എന്ന് പറയുന്നത്. നമുക്കിനി ദുബായ് റൺ 2023 4ഉം 5ഉം ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലൈക്ക് മൈ ചാനൽ. സീ യു മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.